ഹലോ വെൽക്കം ബാക്ക്. അപ്പം അടുത്ത വ്ളോഗ് NHS ഇവര് ജോബിന് കയറി കുറച്ച് ഡീറ്റെയിൽസും അവരുടെ ജോബ് റിലേറ്റഡ് NHS ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയണത്. കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ട് എന്ന് വിശ്വസിക്കുന്നു, ഞങ്ങളെയൊക്കെ പരിചയപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ നമ്മുടെ സ്വന്തം സാക്കു. ഇത് ഞങ്ങൾ സാക്കു സാക്കു ഒന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് NHS ജോബ് സൈറ്റ് ഏതെല്ലാം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത്? NHS ഇന്റർവ്യൂ ആയിട്ടൊന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൊടുത്തത് ട്രാക്ക് ജോബ്സ് ആണ്. ട്രാക്ക് ജോബ്സ് വഴിയാണ്. ട്രാക്ക് ജോബ് നമ്മുടെ അങ്ങനെ അപ്ലൈ ചെയ്യാമോ? പക്ഷെ ഇപ്പൊ NHS നിർത്തി വെച്ചേക്കാം, നാട്ടിൽ നിന്ന് എടുക്കുന്നത്. ട്രസ്റ്റിൽ ഫണ്ടില്ല. എനിക്ക് കൂടുതൽ അറിയില്ല ഇതിനെ കുറിച്ച്. NHS ഫണ്ടില്ല. NHS ഭയങ്കര നഷ്ടത്തിലാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു. നമുക്ക് യുകെയിലുള്ള മൊത്തത്തിൽ യുകെയിലുള്ള എല്ലാ NHS അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വേക്കൻസീസും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു സൈറ്റാണ് ട്രാക്ക് ജോബ്സ്. അതുവഴി ആപ്ലിക്കേഷൻ വെക്കുക. അവരുടെ നമുക്ക് കുറെ ആപ്ലിക്കേഷൻ അതിനകത്ത് ഓൾറെഡി ഫില്ല് ചെയ്യാൻ ഫോം ഉണ്ട്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഇങ്ങനെ നമ്മുടെ അപ്ലൈ CV ആണോ? എനിക്കറിയാം. NHS CV ഇല്ല. നമ്മള് പറയാം NHS അപ്ലൈ ചെയ്തില്ലേ, CV ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി NHS CV ഇല്ല. ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ഓരോ ജോബ് ഇട്ടിട്ടുണ്ടാവും. ആ ഓരോ ജോബിനും ഓരോ ആപ്ലിക്കേഷനാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം പോലെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. നമ്മുടെ നാട്, വീട്, എവിടെ നിന്നാണ്, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്. അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ സ്പെസിഫിക്കേഷൻ, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്. അതാണ് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും കറക്റ്റ് ആണ്, നല്ല അടിപൊളിയായിട്ട് നമ്മള്. ഞാൻ ഓരോ ജോബിനും നമ്മള് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോ വേറെ വേറെ നമുക്കത് തന്നെ നമ്മുടെ പഴയ ജോബിൽ നിന്ന് നമുക്ക് ഇത് ഒരു ഡേറ്റ് ഫുൾ ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ എടുക്കാം. എന്നിട്ട് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. എന്നിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അതിനനുസരിച്ച് നമ്മള് മാറ്റി കൊടുക്കാം. കുറെ NHS എപ്പോഴും നോക്കി നമ്മുടെ ഇന്റർവ്യൂസിലും കീവേഡ്സ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് ഇരുന്ന് കുറെ കീവേഡ്സ് കിട്ടും. അതൊക്കെ അതിനകത്ത് കുത്തി കയറ്റി നമ്മൾ എടുക്കാം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്റർവ്യൂ കിട്ടി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് കയറി 2 മാസം മുന്നേ വരെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ നമ്മുടെ AI ആണ്, കമ്പ്യൂട്ടർ ആണ് ഫിൽറ്റർ ചെയ്ത് ഇന്റർവ്യൂസ് വിളിക്കുന്ന അല്ല. നമ്മുടെ അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ആപ്ലിക്കേഷൻ പോകുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ കാരണം ഇത് ഞാൻ അറിയാൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇരുന്ന് ഈ വായിക്കുന്ന സമയത്ത് നമ്മള് മെയിൻ ആയിട്ട് ഞാനത് ChatGPT വഴിയാണ് അതായത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്ത് കുറച്ച് പ്രൊഫഷണൽ അങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. മറ്റേ വെച്ചിട്ട് അപ്പൊ ഇത് പുള്ളിക്കാരി അന്നിരുന്ന ആപ്ലിക്കേഷൻ കാണിച്ചത് ആരുടെയാണ് എന്താണ് അതൊന്നും കാണിച്ചു തരൂല. ഡാറ്റ ബ്രീച്ച് ആയതുകൊണ്ടിട്ട് ആ പേഴ്സൺ സ്പെസിഫിക്കേഷൻ കാണിച്ചത് ChatGPT കൊടുക്കുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അവർ പറയില്ലേ എന്റർ യുവർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്, അതേപടി തന്നെ ഒരാള് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത് ആ ബ്രാക്കറ്റിൽ യുവർ എക്സ്പീരിയൻസ്, യുവർ പ്രീവിയസ് കമ്പനി എന്ന് പറഞ്ഞിട്ട്. സൂക്ഷിച്ച് കണ്ടും അതായത് നിങ്ങൾ ChatGPT അടിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണെങ്കിൽ പോലും ഒരു വട്ടം 2 വട്ടം വായിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വെച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാനായി. എന്നിട്ട് ടൈപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യാനായിട്ട്. അല്ല ഒരു കമ്പ്യൂട്ടറും അല്ല NHS ബാക്കിയുള്ളവർക്ക് അറിഞ്ഞൂടാ, ബാക്കിയുള്ളവർക്ക് അറിയില്ല. പക്ഷെ NHS നിലവിൽ എന്റെ ട്രസ്റ്റിൽ അങ്ങനെയാണ്. ഞാൻ എന്റെ മാനേജറിനോട് ഞാൻ ചോദിച്ചാണ്. മാനേജർ എന്തോ എന്റെ ആപ്ലിക്കേഷൻസ് എന്റെ ജോബിന് കുറെ ആപ്ലിക്കേഷൻസ് വന്നിരുന്നു. അവര് നോക്കി അവര് മടുത്തു പോകുന്നു പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ തന്നെ വായിച്ചാണോ ഇത് എടുക്കാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഞാൻ വായിച്ചാണ് എടുക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അതെനിക്ക് ശരിക്കും ഉണ്ടോ ഞാൻ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കീവേഡ്സ് കുത്തി കയറ്റി പറയുമ്പോ ഞാൻ കീവേഡ്സ് എല്ലാം ഉണ്ടല്ലോ അപ്പൊ നോക്കുമ്പോ എല്ലാം ഉണ്ടല്ലോ. അങ്ങനെയല്ല, അവരിരുന്ന് വായിച്ചു നോക്കി പറ്റിയതാണോ ആപ്ലിക്കേഷൻ അങ്ങനെ നോക്കിയാണ് അവര് സോർട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ജോബ് എക്സ്പീരിയൻസ് വേണോ? ഞങ്ങൾക്ക് 2 പേർക്ക് NHS പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് അഡ്മിൻ ജോബ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കംപ്ലീറ്റ്ലി
ഹോസ്പിറ്റാലിറ്റി എനിക്ക് കെയറായിട്ട് പോലും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. പക്ഷെ എന്തുകൊണ്ടിട്ടോ എന്നെ അടുത്ത് എൻ്റെ മാനേജർ ആക്ച്വലി പുള്ളി വളരെ നല്ല മനുഷ്യരാണ്. ഞാൻ എല്ലായിടത്തും പറയും, എല്ലാവരോടും പറയും, പുള്ളി ഹോസ്പിറ്റാലിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ബാൻഡ് 3 ആയിട്ട് കയറി ഇപ്പം ബാൻഡ് 6-ലാണെന്ന് തോന്നുന്നു. 6-ൽ നിൽക്കുന്ന ആളാണ് പുള്ളി. അത്രയ്ക്ക് നല്ല അതായത് അപ്പൊ പുള്ളി എന്നോട് പറയും, ഞാൻ ഹോസ്പിറ്റാലിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ടിട്ടാണ് എന്നെ എടുത്തതെന്ന് എന്നോട് പറയും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കെയറായിട്ട് പോലും ഒരു ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തായിട്ടാ കയറിയേക്കണത്? ഞാന് പാത്വേ കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് ബാൻഡ് 4 ആയിട്ട്. ഞാനും ബാൻഡ് 4 തന്നെയാണ്. ഞാൻ ഡേറ്റ ക്വാളിറ്റി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട്. ഞാൻ എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെന്റിലാണ് കൂടി പറഞ്ഞത്. ഞാൻ മെന്റൽ ഹെൽത്ത് ആണ്. ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് സൈക്കോസിസ്, ഏർലി ഇന്റർവെൻഷൻ ഇൻ സൈക്കോസിസ്. അവിടെയാണ് ഞാൻ സൈക്കോസിന്റെ ആരംഭഘട്ടം. ഫസ്റ്റ് 3 ഇയർ ട്രീറ്റ് ചെയ്ത അവിടത്തേതിൽ അവിടെ ഡേറ്റ ക്വാളിറ്റി. പിന്നെ NHS ജോബിൽ എന്തെങ്കിലും ഇങ്ങനെ ബെനിഫിറ്റ്സ് ആരെങ്കിലും? NHS ആക്ച്വലി ഏറ്റവും ബെനിഫിറ്റ്സ് NHS തന്നെയാണെന്ന് ഞാൻ പറയാം. അണ്ടർ പേ ആണ് NHS. കമ്പയർ ടു ബാക്കി എല്ലായിടത്തും അണ്ടർ പേ ആണ്. കാരണം ഞങ്ങൾക്ക് കോൺട്രാക്ട് അവേഴ്സാ 37.5. ഞങ്ങൾക്ക് 2 പേർക്ക് അങ്ങനെയായിട്ട് പോകുന്നത്. 37.5 മൺഡേ ടു ഫ്രൈഡേ 9 to 5. അതാണ് ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ദിവസം 1/2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക്. അത് അപ്പൊ കട്ടാവും. 1/2 മണിക്കൂർ കട്ടാവും. കാരണം 9 to 5 അങ്ങനെയാണ് വരുന്നത്. ഹോളിഡേക്കാണ് പേയ്മെന്റ് കട്ട് ചെയ്യാതെ നമുക്ക് ഇത് കിട്ടണം. പക്ഷെ ടാക്സ് പിടിക്കും, എല്ലാത്തിലും ടാക്സ് പിടിക്കും. ആ കാര്യത്തിലൊരിതില്ല. അപ്പം ഇത് 37.5 മണിക്കൂർ നമ്മൾ 5 ദിവസം തന്നെ പോയി ചെയ്യണം. അഡ്മിൻ ജോബിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതാണ്. ഈ അതല്ലല്ലോ പറയണേ. ബെനിഫിറ്റ്സ് ഞാൻ നോക്കിട്ട് വേറെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാടുണ്ട്. നമ്മുടെ സിക്ക് പേ ഉണ്ട്, പിന്നെ മെറ്റേണിറ്റി അങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതിൽ കാര്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ ബെറ്റർ ആണ് ആക്ച്വലി. ആനുവൽ ലീവ് കാര്യങ്ങൾ 27 days ആനുവൽ ലീവ് ആണ് വരുന്നത്. അത് നമുക്ക് ഇൻക്ലൂഡിങ് ബാങ്ക് ഹോളിഡേയ്സ് നമുക്ക് ആക്ച്വലി ഹോളിഡേയ്സ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ആനുവൽ ലീവ് ഓരോ ബാങ്ക് ഹോളിഡേയ്സിൽ ഇട്ട് വെക്കും. അപ്പൊ അതിന്റെ പേയും കൂടെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഡിസ്കൗണ്ട്സ്, ബ്ലൂ ലൈറ്റ് കാർഡ് കാര്യങ്ങള്, NHS 10% 15% ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടത് ഭയങ്കര സപ്പോർട്ടീവ് ആണ് എനിക്ക് ഏറ്റവും നല്ലത്. സപ്പോർട്ടീവ് നമുക്കുണ്ടല്ലോ. പിന്നെ നമ്മൾ വർക്ക് നമുക്ക് അത് സ്ട്രെസ് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന സ്ട്രെസ്സേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു സ്ട്രെസ്. ഞാനൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് എപ്പോഴും നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുക, നമ്മുടെ വർക്ക് എപ്പോഴും അങ്ങനെ അവർ നോക്കുന്ന ഇതല്ലേ. ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനല്ല. അവര് നമ്മൾക്ക് നീ എത്ര നേരം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്ന, എണീറ്റ് പോകും, കുറച്ച് ഫ്രഷ് എയർ. നമുക്ക് അങ്ങനെ നമ്മൾ മറന്നു പോകും. നോർമലി നമ്മൾ അങ്ങനെ ചെയ്ത് ആൾക്കാരാണെങ്കിൽ പൊതുവെ അങ്ങനെയാണ്. നമ്മളിപ്പം എനിക്കിവിടെ വന്നു, എനിക്ക് പണ്ട് മൈഗ്രെയിന്റെ വിഷയമുണ്ട്. പക്ഷെ ഇവിടെ വന്നൊരു 2-3 ആഴ്ച മുന്നേ എനിക്ക് തലവേദന വന്നു വന്നിട്ട്. ഇപ്പൊ അവരെന്നെ ഇപ്പോഴും നീ സിസ്റ്റത്തിന്റെ മുന്നിൽ ഒത്തിരി നേരം ഇരിക്കുന്നതുകൊണ്ട് എണീറ്റ് പോകും, അങ്ങനെയാണ് അവര്. നമുക്ക് സ്ട്രെസ് ഇല്ല. നമ്മൾ ഭയങ്കര ഉണ്ടല്ലോ അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നേരം നമ്മുടെ ആ റൂമിനകത്തെ ആൾക്കാരുമായിട്ടിരുന്ന് വർത്താനം പറയുന്നു. നമ്മുടെ ഒരു ഇതിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നു. നമുക്ക് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാനേജർ അങ്ങനെ ആരെല്ലാം അവിടെ ഉണ്ടെങ്കിൽ എന്താ അവിടെ ആ ഒരു സെറ്റപ്പ് അല്ലേ. ഇവിടെ അങ്ങനെയല്ല. അവര് കുറെ നേരം ഇരുന്ന് വർത്താനം പറയും ഫ്രീ ആയിട്ട്. വർക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, നമ്മുടെ പണി വരെ എന്നാ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നേരം ഒരു നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ഉണ്ട് അവിടെ. നമ്മള് സമാധാനത്തോടെ ഇരുന്നു. അവര് ശരിക്കും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാല് വർക്ക് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ശരിക്കും നമ്മളെ പോലെ ബോധമില്ല, അല്ലെ അത്ര അങ്ങനെ എടുക്കില്ല. ഇന്ന് പണി തീർന്നില്ലെങ്കിൽ തീർന്നില്ല, 5 മണിയാകുമ്പോ പോകുന്നു, നാളെ ബാക്കി വന്ന് ചെയ്യുന്നു, അങ്ങനെ ഒരു ഇത്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്ട്രെസ് ഇല്ല. പൊതുവെ പണി ഭയങ്കര പണി ചെയ്യാൻ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. നമുക്ക് വർക്ക് ലോഡും ഭയങ്കര കുറവാണ്. നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാവുന്നത്. നമ്മുടെ മാനേജറാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ലോഡ് ഓക്കെ ആണോ, മാനേജ് ചെയ്യാവുന്ന കൂടുതലുണ്ടോ, അല്ലെങ്കിൽ പറയണം. എനിക്ക് നോക്കിയിട്ട് ഇവിടെ അതിന് മാത്രം വർക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കില് അവര് പറയുന്നത് അവർക്കത് വർക്ക് ലോഡ് ആയിട്ടാണ് പലർക്കും. അധികം പണിയുണ്ട് കേട്ടോ, അത്യാവശ്യം എനിക്കും പണിയുണ്ട്, പണിയില്ലെന്നല്ല, എനിക്ക് നല്ല പണിയുണ്ട്. എന്റെ ടീമില് എനിക്കാണ് കൂടുതലും പണി ഉള്ളത് തന്നെ. ഞാൻ കുറെ ചോദിച്ചല്ലാതെയും വാങ്ങിച്ചും കുറച്ച് പണി വെച്ചിട്ടുണ്ട്. പക്ഷെ
നമ്മൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒന്നുമില്ല, ഒരു പണിയില്ല. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറേ ഒരു പൊതുവെ വർക്ക് ലോഡ് കുറവാണ്, NHS സ്ട്രെസ് ഫ്രീ ആണ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പണിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എൻ്റെ. എസ്പെഷ്യലി പേഷ്യൻസ് ബാക്ക്ലോഗ്സ് ഇഷ്ടം പോലെയുണ്ട്. എന്ന് വെച്ചാൽ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ബാക്ക്ലോഗ്സ് ഇഷ്ടം പോലെയുണ്ട്. NHS പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് തോന്നിയ കാര്യം പോസിറ്റീവ് ഇതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വർക്ക്, സ്ട്രെസ് ഫ്രീ ആയിട്ടെന്നല്ല, നമ്മളായിട്ട് എടുത്തു വെക്കുന്ന സ്ട്രെസ്സാണ് നമുക്ക് ആക്ച്വലി കൂടുതൽ. പ്രത്യേകിച്ച് ഒരു ബേസ് ലെവലിൽ മാനേജേഴ്സിനൊക്കെ നല്ല സ്ട്രെസ് ഉണ്ട് കേട്ടോ. ബേസ് ലെവലിൽ നമ്മളായിട്ട് എടുത്തു വെക്കുന്ന സ്ട്രെസ്സാണ് കാര്യങ്ങൾ. പിന്നെ അല്ലാണ്ട് വേറെ സ്ട്രെസ് ഫ്രീ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അനുവിനെന്താ തോന്നിയേക്കണം? നെഗറ്റീവായിട്ടാ? നെഗറ്റീവ് പോസിറ്റീവ് രണ്ടും. പോസിറ്റീവ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. നെഗറ്റീവ് ആയിട്ടെന്ന് പറയാൻ നെഗറ്റീവ് അത്രയും ആവാൻ മാത്രമായിട്ടില്ല. അതൊരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലൊക്കെ പറയാം. നെഗറ്റീവായിട്ട് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഒന്ന് അണ്ടർ പേ എന്നുള്ള രീതിക്ക്. പക്ഷേ ജോലിയുടെ ബാൻഡ് കൂടും, പേയ്മെന്റ് കൂടും. നമ്മള് വർഷം ഒരു ബന്ധം തന്നെയാണ് ഇത്ര വർഷം കൂടും. പിന്നെ ഇവിടെ നമ്മളെ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഫ്രീ ആണ് കോഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി. കാരണം എൻ്റെ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, അതാണ് എൻ്റെ ട്രസ്റ്റ്. അപ്പം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകത, അത് UK ഏത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ആയാലും അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് ഫ്രീ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് നിങ്ങൾക്ക് ആ കോഴ്സിൽ ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ മാനേജർ പൊസിഷനിലേക്കോ സൂപ്പർവൈസർ പൊസിഷനിലേക്കോ ഇല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല, അവര് പഠിപ്പിക്കുകയും ചെയ്യും. അസൈൻമെന്റ്സ് കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യണം, നോർമൽ ആയിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ജോലി ചെയ്തുകൊണ്ട് തന്നെ. അതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞിട്ട് 1 day ഓഫ്. അതാണ് പിന്നെ അതാണ് മെയിൻ ആയിട്ടും ഏറ്റവും മറ്റേ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ട്രസ്റ്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ്, പക്ഷെ അനുവിന്റെ ട്രസ്റ്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലല്ല. അപ്പൊ അവർക്ക് ആ ഒരു ബെനിഫിറ്റ് ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഓക്സ്ഫോർഡ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുകളിലാണ് കൂടുതലായിട്ടും പഠിപ്പിച്ച് അങ്ങനത്തെ ഇത്. പക്ഷെ എനിക്കല്ലാതെ ഉള്ളതൊക്കെ അല്ലാതെ പൊതുവെ വരുന്ന എന്റെ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതൊക്കെ ഉള്ളു. അല്ലാതെ വേറൊരു കോഴ്സിനുള്ള എക്സ്ട്രാ എടുത്ത് എന്റെ ട്രസ്റ്റ് ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എന്റെ മാനേജറിനോട് അത് സംസാരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വിസയുടെ കാര്യം ഉള്ളത് കൊണ്ടിട്ടാണ്. പിന്നെ എന്തായിരുന്നു NHS ഇന്റർവ്യൂ ഈസിയാണോ ഹാർഡാണോ എന്താ തോന്നിയേക്കണം? ഒരുവിധം ഉള്ളതെല്ലാം സെയിം പാറ്റേൺ ആണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് എല്ലാം വ്യത്യാസമുണ്ട്. സെയിം പാറ്റേൺ എന്ന് വെച്ചാൽ NHSന്റെ വാല്യൂസ് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് അത് വെച്ചിട്ടാണ് നമുക്ക് നമ്മളൊരു 1-2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടല്ലോ ബാക്കി ഇങ്ങനെ ആയിരിക്കും നമുക്ക് കുറച്ച് അറിയാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് എനിക്ക് തോന്നിച്ചിട്ടുകൂടി അതിൽ നമുക്ക് കൂളായിട്ട് അറ്റൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്താണ് എന്റെ പണി, ഞാൻ എന്താ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് അങ്ങനെ ചെയ്തു വെക്കുക. പിന്നെ അവരുടെ ട്രസ്റ്റിന് വാല്യൂസ് ഉണ്ട്, NHSന് കുറെ വാല്യൂസ് ഉണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം പൊതുവെ ഒരു കോണ്ടാക്ട്. എന്നിട്ട് അതിനകത്ത് കുറെ കീവേഡ്സ് കാണുമല്ലോ, ഇതെല്ലാം നമ്മളൊന്ന് വെച്ചേക്കാം. എന്നിട്ട് ഇന്റർവ്യൂസ് ഞാൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു. നമുക്ക് ചോദ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്. അപ്പം എനിക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ നടന്നത് എന്റെ ഇതിന്റെ, ബാക്കി എനിക്ക് അല്ല ഫസ്റ്റ് വൺ എനിക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ ഫസ്റ്റ് വണ്ണില്ല ഡയറക്റ്റ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. എനിക്ക് ഓൾറെഡി അറിയാം ഇന്റർവ്യൂ ഇങ്ങനെ NHSന് ഇങ്ങനെ വാല്യൂസ് വെച്ചിട്ടൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. അതൊരു പാർട്ട് ടൈം ജോബിന് ഞാൻ പോയി നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ കൂടി അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെന്നിരുന്നപ്പോൾ മുതലാണ് ഫസ്റ്റ് ദിവസം നമ്മളോട് ഇൻട്രൊഡക്ഷൻ പോലും ഇല്ല. നമ്മളോട് സാധാരണ പറയില്ലേ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, നമ്മളൊന്ന് കൂളാക്കാൻ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. തുടങ്ങി അവര് സിനാരിയോ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. രണ്ട് റൗണ്ടായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന് ടെക്നിക്കലും ഒന്ന് വാല്യൂ ബേസ്ഡും. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ, NHSന്റെ വാല്യൂ, അങ്ങനത്തെ രീതിക്ക് വരും. വാല്യൂ ബേസ്ഡ് എന്ന് പറയുമ്പോൾ റിയൽ ലൈഫ് സിനാരിയോയില് അവരൊരു ഇത് തന്നിട്ട് എനിക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നീ എന്ത് ഇത് തന്നെ. ഞാൻ സിനാരിയോ ക്വസ്റ്റ്യൻസിൽ ഞാൻ ഭയങ്കര എനിക്കറിയില്ല, എനിക്കിങ്ങനെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് അപ്പൊ ഒരു ഇന്റർവ്യൂ ഇരിക്കുമ്പോ ഞാൻ അങ്ങോട്ട് എനിക്ക് പറ്റുന്നില്ല, അല്ലെ ഞാൻ ഈ എന്താ ചിന്തിച്ചെടുക്കാൻ എനിക്ക് പറ്റാത്തൊരു ഇത് വരും.
പ്രിപ്പയർ ചെയ്യണം, എപ്പോഴും പ്രിപ്പയർ എന്നുവെച്ചാൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് വേറെ ഒന്നും നിങ്ങൾക്ക് ട്രസ്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ NHSന്റെ വാല്യൂ ഒന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഇപ്പൊ 80 അല്ലെങ്കിൽ 1-2 വാല്യൂസ് മാത്രം മനസ്സിൽ കരുതുക, അത് വെച്ചിട്ട് തള്ളിക്കോളുക. നമ്മൾ പറയുമ്പോൾ ആ കീവേഡ്സ് എപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഇന്റർവ്യൂവിന് അവര് ഒരു പേപ്പർ ഉണ്ട്, അതിൽ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിരിക്കുന്നു, പിന്നെ ഒരു പാർട്ടിൽ കീവേഡ്സ്, പിന്നെ ഒരു പാർട്ട് പ്ലെയിൻ ആയിട്ട് നമ്മൾ എന്ത് പറയുന്നു എന്ന് എഴുതിയെടുക്കാൻ. ഇങ്ങനെ അപ്പൊ മാനേജർ ക്വസ്റ്റ്യൻ ചുമ്മാ വായിക്കുന്നു. അവർക്ക് തന്നെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, അവര് ചുമ്മാ വായിച്ചു വിടുന്നു. എന്നിട്ട് ഞാൻ പറയുമ്പം ഞാൻ ഈ കീവേഡ്സ് എപ്പോഴൊക്കെ പറയുന്നു അപ്പൊ അവർ കീവേഡ്സ് ടിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് ഷോർട്ടായിട്ട് അവിടെ എഴുതി വെക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർ കീവേഡ്സ് ആണ് ടിക്ക് ചെയ്യുന്നത്. എനിക്ക് ഓൾറെഡി നമ്മളിങ്ങനെ കുറെ വീഡിയോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർ കീവേഡ്സ് ആയിരുന്നു ടിക്ക് ചെയ്യുന്നത്. കാരണം എന്റെ അടുത്ത് ഇച്ചിരി അപ്പുറം നമുക്ക് കാണത്തില്ല ഇവര് ടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് ഇനി ഇടാൻ ഏതെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, ഇതിന് പറ്റിയ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ അങ്ങനെ കാണുന്നവർക്ക് അത് പോയിട്ട് കാണുമ്പോൾ ഞാന് എന്നിട്ട് ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ട് ഇതിന് പറ്റിയതുണ്ടെങ്കിൽ ഒക്കെ ഞാൻ എഴുതുന്നു. ഒപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മുകളിലെ ഇതിനും ഫസ്റ്റ് ക്വസ്റ്റിന് നേരെ കുറെ കീവേഡ്സ് ഉണ്ട്, അതിൽ നിന്നാണ് ഞാൻ ഇപ്പൊ കീവേഡ്സ് ഇടുന്നെങ്കിൽ പോലും അവർ മുകളിൽ പോയിട്ട് ഒന്നുകൂടെ ആ കീവേഡ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് കീവേഡ്സ് ഇത്ര ആയി, അപ്പൊ എനിക്ക് തന്നെ ഓക്കെ ഇനി എന്തൊക്കെ കിടപ്പുണ്ട് അത് നമുക്ക് തന്നെ തോന്നും, ഇനി മാർക്ക് ചെയ്യാനുണ്ട്, എനിക്ക് ഇനി എന്തോ പറയുവാണെങ്കിൽ ഉണ്ടാവും. അതുകൊണ്ട് കീവേഡ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്റെ മാനേജറോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഞങ്ങൾ ഇരുന്നിട്ട് കൊളീഗ്സ് ഡിസ്കസ് ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കീവേഡ്സ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ടല്ലേ, ഞാൻ പറഞ്ഞു നീ അത് നോട്ടീസ് ചെയ്തിരുന്നു, ഞാനത് നോട്ടീസ് ചെയ്തിരുന്നു. കാരണം നമുക്ക് കീവേഡ്സ് ഉണ്ടെന്നറിയാം, അതുകൊണ്ട് കുറെ കീവേഡ്സ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറെ ഉണ്ട്, അത് നോക്കി പറഞ്ഞു. പക്ഷെ എന്റെ ഇന്റർവ്യൂ എനിക്ക് ജോലി കിട്ടിയ ഇന്റർവ്യൂ നല്ല എനിക്ക് കുറച്ച് കൂളായിട്ട് എന്റെ മാനേജറാണ് നല്ലൊരാളായിരുന്നു. നമുക്ക് മാനേജർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട എന്റെ മാനേജർ മലയാളിയാണ്. അത് ഞാൻ എന്റെ മാനേജർ അത് ഞാൻ പറയാൻ മറന്നോട്ടെ, എന്റെ മാനേജർ ആക്ച്വലി മലയാളിയാണ്. ആളുടെ പേരൻസ് ഇവിടെ വന്ന് അമ്മ നഴ്സായിട്ട് വന്ന് 6ാം വയസ്സിലാണ് ആള് വന്നത്. അപ്പൊ മലയാളി ആണെങ്കിലും ഇവിടെ പഠിച്ച് അങ്ങനെ കയറിയ ആളാണ്. എന്നെക്കാളും അവൾക്ക് 23 വയസ്സേ ആയുള്ളൂ. സത്യം പറഞ്ഞ എന്നോട് ചോദിച്ചു ഇങ്ങനെ, ഞങ്ങളിങ്ങനെ ഓരോന്നിരുന്ന് വർത്താനമൊക്കെ പറയുമ്പോൾ ആദ്യം കണ്ടപ്പോൾ എന്തായിരുന്നു അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ആക്ച്വലി. കാരണം നമ്മളെക്കാളും ഉള്ള ഒരാള് ആ ഒരു പൊസിഷനിൽ എത്തുക, അത് നല്ല മാനേജറാണ്. അപ്പൊ നമുക്ക് എപ്പോഴും അത് ശരിയാ. കാരണം എന്റെ മാനേജറിനോട് ഞങ്ങളിങ്ങനെ പൊതുവെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇവിടെ എന്റെ മാനേജർ അറിയാം ഞങ്ങളിങ്ങനെ പൊതുവെ പേഴ്സണലി എല്ലാം പറയും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞു അവളുടെ മാനേജർ എന്തോ പറഞ്ഞപ്പോ ചോദിച്ചു എത്ര വയസ്സുണ്ട്. കാരണം മാനേജർ വീട്ടിൽ വന്നു ഞങ്ങളുടെ മലയാളിയല്ലേ. അപ്പൊ ഞങ്ങളുടെ ഇവിടെ അവള് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ ചോദിച്ചു മാനേജറോ വീട്ടിലോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ഇപ്പൊ എന്നോട് ചോദിച്ചു എത്ര വയസ്സുണ്ട്. അപ്പൊ 23. അപ്പൊ എന്നോട് ചോദിച്ചു റിയലി. അപ്പൊ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, 23 വയസ്സിൽ മാനേജർ പൊസിഷനിലോ എന്ന് എന്റെ മാനേജർ ഭയങ്കര കരിയർ പ്രോഗ്രഷൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിപ്പോ ഇങ്ങനെ. അപ്പൊ ഞാനത് പറയാൻ മറന്നു ഇങ്ങനെ അങ്ങനെ ഒരു ഇതാണ്. അതുകൊണ്ട് എനിക്കും അതൊരു പൊസിഷനിൽ കയറുക എന്ന് പറയുന്നത് നല്ലതാണ്. നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. കാരണം നമ്മളൊക്കെ ആണെങ്കിലും ഇപ്പം അനുവാണെങ്കിലും ഗർഭം വേണ്ട എന്നുവെച്ചാൽ നാളെ ഒരു ദിവസം വിസ എടുക്കാമെന്ന് പറഞ്ഞാലും വേണ്ട, എന്റെ കരിയർ തന്നെ മതി എന്നുള്ള രീതിക്ക് വന്നു. ഞാനാണെങ്കിലും ഹോസ്പിറ്റാലിറ്റി വേണ്ട, ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ വേറെ, അത് വേറെ. പക്ഷെ എന്നാലും മര്യാദക്ക് ഇരുന്ന് പ്രോപ്പറായിട്ടൊരു ജോബ് വേണം എന്ന് ആഗ്രഹിച്ച് ഞാൻ NHSൽ കയറിയ ആളാണ്. പിന്നെ കാര്യം വരണ്ട് കേട്ടോ, എന്നാലും പ്രോപ്പറായിട്ട് ഒരു ജോബ് വേണം എന്ന് ആഗ്രഹിച്ച് NHSൽ കയറി. അങ്ങനെയുള്ളവർക്ക് എനിക്ക് ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി ആ ഒരു യങ് മാനേജർ എന്നൊക്കെ പറയുന്നത്. അടുത്തത് NHS ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇപ്പൊ കൊറേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്, അപ്പൊ സിമിലർ ആയിട്ട് തോന്നുന്നു. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ 3 ഡിഫറെന്റ് ക്വസ്റ്റൻ. അത് ആദ്യത്തെ 2 ബാൻഡ് 3 തന്നെയായിരുന്നു, പക്ഷെ എന്നിട്ടും അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പിന്നെ മെയിൻ ആയിട്ടും GDPRന്റെ ഒരു എനിക്ക് ഞാൻ പറയാം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് NHSന്റെ വാല്യൂസ് ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ നിങ്ങൾ കുറെ പ്രിപ്പയർ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലുള്ള എനിക്ക് കമ്മ്യൂണിക്കേഷൻ്റെ രീതിയിൽ കുറെ നമ്മൾ കണ്ടുപിടിച്ച് എൻ്റെ ലൈഫിലെ കുറെ കഥകൾ ഉണ്ടാക്കി വെക്കുക. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ചുണ്ടാക്കി എഴുതി വെച്ചേക്കാം. പിന്നെ നമുക്ക് നമ്മുടെ
നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റിയുടെ കേസ് അങ്ങനെ കുറെ ഞാനിപ്പോ കുറെ മറന്നുപോയി. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ എല്ലാത്തിനെയും വെച്ചിട്ട് കുറെ കഥകളുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ വരുമ്പോ ശ്രദ്ധിക്കുക. അതായത് അവര് ചോദിക്കുമ്പം മെയിനായിട്ടും ഒന്ന് നമ്മള് ബാക്കിയുള്ളവരോട് എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു രീതിക്ക് കഥ പറയാം. ടീം മാനേജ്മെന്റ് എന്നുള്ള രീതിക്ക് ഇപ്പൊ ഒരാള് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു. അത് നിങ്ങൾ ടീം ലീഡർ ആവണം എന്നൊന്നുമില്ല. ഇപ്പൊ നീ ഭയങ്കര ഡൗൺ ആണ്, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം, നീ ഭയങ്കര ഡൗൺ ആണ്, ആ സിറ്റുവേഷൻ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനെ ടീം പ്ലെയർ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നത് പൊതുവെ ഉള്ളത് വെച്ചിട്ട് കുറെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം. കാരണം ഇവര് എല്ലാ സിമിലർ അല്ലെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോ ഡയറക്ട്ലി അല്ല, പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് ഈ വക കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ വാല്യൂസ് വെച്ചിട്ട് കോൺഫിഡൻഷ്യാലിറ്റിയുടെ ചോദിക്കും, ടീം വർക്കിന്റെ ചോദിക്കും, സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്ന ഇന്റർവ്യൂസിൽ എല്ലാം തന്നെ ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ വ്യത്യാസമുണ്ട്, അവർ ചോദിക്കുന്ന രീതി വ്യത്യാസമുണ്ട്, പക്ഷെ അതിനുള്ളിൽ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ നമ്മുടെ കഥ ഓൾറെഡി പഴയതിന് പറഞ്ഞ കഥ തന്നെയുണ്ട്, നമ്മളത് പറയുക. നമുക്ക് അവരെ ആപ്റ്റ് ആണോ എന്നുള്ളതല്ല, ആ കഥ ഇങ്ങോട്ട് പറയാം. അങ്ങനെ ആ കഥ പറയുക. അതുകൊണ്ട് നാട്ടിലെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോ ചോദ്യത്തിനാണ് ഉത്തരം വരുന്നതെന്ന് പറയുന്നത്. അങ്ങനെ 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 ചെയ്തു വെക്കുക. അത് നല്ലൊരു. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ റിയൽ ലൈഫിലോ നടന്നു, അത് നിങ്ങൾ ഇൻക്ലൂഡഡേ അല്ല, അല്ലെങ്കിൽ നിങ്ങളോട് വേറൊരാൾ ഒരു കഥ പറഞ്ഞതാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ നിങ്ങളേതാക്കിയിട്ട് പറയാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മാനേജർ ഇപ്പൊ ഭയങ്കര ഗ്രോത്ത് പ്രൊഗ്രഷൻ അങ്ങനെ ആഗ്രഹമുള്ള ആളാണ്. എനിക്ക് ഒത്തിരി ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. ബാൻഡിനെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. ബാൻഡ് 2 തൊട്ടിട്ടാണ് NHS ജോബ്സ്. ബാൻഡ് 2 ആണോ ഏറ്റവും കൂടുതൽ? ഏറ്റവും കുറവ് പണ്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ബാൻഡ് 2 ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബാൻഡ് 2 തൊട്ടിട്ടാണ് കേട്ടിട്ടുള്ളത്. റിസപ്ഷനിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാൻഡ് 3-ലാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ബാൻഡ് 3-ലാണ്. അഡ്മിൻ ജോബ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ബാൻഡ് 3-ലാണ്. ഞങ്ങൾ രണ്ടുപേരും 4-ലാണ് നിൽക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് ബാൻഡ് 8 ആണ് മേട്രൺ, അതായത് ഒരു വാർഡിന്റെ ഹെഡ് എന്നൊക്കെ പറഞ്ഞത്. 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 8B 8C എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോകും. ബാൻഡ് 9 ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ബാൻഡ് 9 ഞാനും കണ്ടിട്ടുണ്ട്. ഉറപ്പില്ല. ഞങ്ങളിത് വലിയതായിട്ട് പ്രിപ്പയർ ചെയ്ത ഇതൊന്നും അല്ല, അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളു. പിന്നെ NHS ബാൻഡിനെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്ക് ബാൻഡ് 4-ലാണ്, ഞാൻ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നു, അവർക്ക് ബാൻഡ് 5-ലൊരു പൊസിഷൻ വന്നു. അപ്പൊ അവർക്ക് തോന്നുന്നു ഇവളെ അങ്ങോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ നല്ല, അവൾ എന്താണ് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, അവളുടെ പൊസിഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അന്നാ മാറ്റിയേക്കാൻ തന്നെ എന്നെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് അവർ ആ ജോബ് അഡ്വർടൈസ് ചെയ്യും, എന്നിട്ട് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യും. പക്ഷെ നമ്മളോട് ഉണ്ടായിരിക്കും, ഞാനും അതിന് ആപ്ലിക്കേഷൻ വെക്കണം, എന്നിട്ട് അത് ഇന്റർവ്യൂ നോർമലി നടക്കുന്നത് പോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ, ബാക്കി വേറെ ആപ്ലിക്കേഷൻസ് പുറത്തുനിന്ന് വരാറുണ്ടായിരിക്കും അവർക്ക്, അതൊക്കെ അവര് കളയും. എന്നിട്ട് നമ്മുടേത് എടുത്ത് നമുക്കൊരു ഡേറ്റ് വെച്ച് ഇന്റർവ്യൂ പഴയ പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം നമ്മുടെ മാനേജറായിട്ട്. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇത് പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആക്ച്വലി ഒരു പൊസിഷൻ വേക്കൻസി വന്നപ്പോൾ ടെമ്പററി പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആൾക്ക് ജോലി കിട്ടിയില്ല. കാരണം അതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ അതിലും നന്നായിട്ട് പുറത്തുനിന്ന് ഒരാള് പെർഫോം ചെയ്തത് കൊണ്ടിട്ട്. അങ്ങനെയുണ്ട്. നമുക്കിപ്പം വേണമെങ്കിൽ എപ്പോഴും അങ്ങനെ നോർമൽ കിട്ടില്ല ഒരിക്കലും. അല്ലാതെ ബാൻഡ് 5 ഒരിക്കലും നിങ്ങളിപ്പോ 5 വർഷമായി 6 വർഷമായി കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ എന്റെ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്, നല്ലതായിട്ട് പണിയെടുക്കുന്ന, നല്ല രീതിയിൽ പണിയെടുക്കുന്ന ആളാണ്. അവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ബാൻഡ് 2 ആയിരുന്നു തോന്നുന്നു, അതിന് 3-ലേക്ക് കൊടുക്കുമ്പോൾ 3-ലേക്ക് ആക്കണം, നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, ഇച്ചിരി അഡ്മിനിസ്ട്രേഷൻ വർക്ക്സ് ചെയ്യുന്നുണ്ട്, അപ്പം അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് അതിന് വേണ്ടി ഇട്ടതാണ്. അതുപോലെ തന്നെ ഇന്റർവ്യൂ വിളിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഭയങ്കര nervous ആയിരുന്നു. ഇവിടുത്തെ കാര്യമാണ്, എന്നിട്ടും പ്രായമുണ്ട് കേട്ടോ, നല്ല ആളുമാണ്. എന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താണ്. എന്നിട്ട് സാധാരണ പോലെ തന്നെ ഇന്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കുന്നത്. പേപ്പർ വർക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നീ അടുത്ത ക്വസ്റ്റ്യൻ ആണോ? നീ കട്ട് ചെയ്യില്ല ഇത്?
ഇത് കിട്ടിയാ മറ്റേ എത്ര സമയം എടുത്തു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ജോലി കിട്ടാനായിട്ട് അതൊരു ക്വസ്റ്റ്യൻ. ഇന്റർവ്യൂവും ജോലിക്ക് കയറുന്നതും അതായത് ഇന്റർവ്യൂ തൊട്ടിട്ട് എത്ര സമയം എടുത്തു? അടുത്തല്ല, അടുത്ത സ്റ്റാഫ് മാനേജേഴ്സ് എങ്ങനെയുണ്ട്, അടുത്ത ഞാൻ ഉദ്ദേശിച്ച സ്റ്റാഫ്സും മാനേജേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ ഓൾറെഡി നമ്മളെ കഥയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ സാലറി പ്രൈവറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ തോന്നിയ, ഐ മീൻ കൂടുതലാണോ അണ്ടർപെയ്ഡ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഒരു ജോബ് സെക്യൂരിറ്റി, വർക്ക് ചെയ്യാനുള്ള കംഫർട്ട്, സിക്ക് പേ, അതെ അതിപ്പോ നിങ്ങൾ മെന്റലി സ്ട്രെസ് ആണെങ്കിൽ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ സിക്ക് പേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സിക്ക് പോളിസി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് 6 മാസത്തിൽ 3 സിക്ക് നമുക്ക് വിളിക്കാം. അതില് ഇപ്പൊ ഞാൻ ഒരു ദിവസം ആകെ 3 സിക്ക്, അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 6 മാസത്തിൽ 3 സിക്ക്, 3 എപ്പിസോഡ് 3 സിക്ക് എന്ന് വെച്ചാൽ ഒരു സിക്ക് വിളിക്കുന്നത് ഒരു എപ്പിസോഡായിട്ടാണ് കണക്കാക്കുക. അപ്പൊ നീ ഇപ്പൊ ഒരു ദിവസം സിക്ക് വിളിച്ചാലും ഒരാഴ്ചത്തേക്ക് നീ സിക്ക് ആണെങ്കിലും അത് ഒരു എപ്പിസോഡ് കണ്ടിന്യൂസ്ലി പോകണം. ഇന്ന് മുതൽ 1 മാസം വരെയും ഒറ്റ ഒരു മാസം ഇവിടുത്തെ 1 മാസത്തെ പേയ്മെന്റ് കിട്ടും, നോർമൽ സിക്ക് പേ കിട്ടും. പക്ഷെ 7 ദിവസം കഴിഞ്ഞാൽ GP സർട്ടിഫിക്കറ്റ് സിക്ക് നോട്ട് വേണം. 7 ദിവസം കഴിഞ്ഞാൽ അതിന് പിന്നെ ഫസ്റ്റ് സിക്ക് റോളിംഗ് സിക്ക് ആണ്. അടുത്ത 6 മന്ത്സ് റോളിംഗ് 6 മന്ത്സ് ആണ്. ആയിരിക്കും കാര്യം ഞങ്ങൾക്കും അങ്ങനെ സിക്ക് പേ ഇല്ല, ഞങ്ങൾക്ക് സിക്ക് പേ നോർമൽ സംഭവം സെയിം ആണ്. സിക്ക് പേ വന്നോ ലാസ്റ്റ് സിക്ക് വിളിച്ചിട്ട് അപ്പൊ പറയാൻ പറ്റും കറക്റ്റ് ഇതാണെന്നുള്ളത്. അപ്പൊ നോർമൽ സിക്കാണ്. അപ്പൊ സിക്കാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നോർമൽ സിക്ക് പേ തന്നെയാണ്. കാരണം ഞാൻ ടാക്കോസിലായിരുന്ന സമയത്ത് എനിക്കൊരു സർജറി വേണ്ടി വന്നത്. ഞാൻ ഇവിടെ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ആനുവൽ ലീവ് എടുത്താണ് ഞാൻ ആ ടൈം കോമ്പൻസേറ്റ് ചെയ്തത്. കാരണം ഇവിടെ ഒരു ദിവസം ജോലി ഇല്ലാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പം ആനുവൽ ലീവ് എടുത്താണ് ആ ഒരു ടൈം ഞാൻ കോമ്പൻസേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 3 ആഴ്ച, അപ്പോൾ 2 ആഴ്ച ആനുവൽ ലീവ് ബാലൻസ് ഉള്ളത് കൊണ്ടിട്ട് അതെടുത്തു. ഒരാഴ്ച സിക്ക് പേ ഇട്ടു. സിക്ക് പേ എനിക്ക് കിട്ടിയത് ഒരാഴ്ചത്തേക്ക് 90 പൗണ്ടാണ്. ഒരാഴ്ചത്തേക്ക്. അതാണ് സിക്ക് പേ മാക്സിമം ഗവൺമെന്റിന്റെ സിക്ക് പേ വരുന്നത്. പക്ഷെ ഇത് NHS സിക്ക് പേ എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആണെന്നാണ് പറയണത്. വിശ്വസില്ല കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും അതറിയാനായിട്ട്. എത്ര ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടാണ് കിട്ടിയത്? ഞാൻ ആക്ച്വലി 46 ആപ്ലിക്കേഷനാണ് വെച്ചത്. 46 ആപ്ലിക്കേഷനിൽ വെച്ചിട്ട് 3 ഇടത്തുനിന്ന് എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നു. ഒന്ന് ഗ്ലൂസ്റ്റർ, ഒന്ന് മാഞ്ചസ്റ്റർ, ഒന്ന് ഓക്സ്ഫോർഡ്. ഗ്ലൂസ്റ്റർ ബാൻഡ് 3, ഗ്ലൂസ്റ്ററും മാഞ്ചസ്റ്ററും ബാൻഡ് 3 ആയിരുന്നു. ഞാൻ 2 ഇടത്തും പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. ഓക്സ്ഫോർഡാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഞാൻ 92 ആപ്ലിക്കേഷൻസ് മൊത്തത്തിൽ വെച്ചു. പിന്നെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വെച്ചോണ്ടിരുന്നത് ഞാൻ ആപ്ലിക്കേഷൻ വെച്ച് തുടങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുമ്പോൾ എന്റെ ആ ഒരു 6 മാസത്തിനുള്ളിൽ വിസ എൻഡ് ആവുന്ന ഒരു ടൈം കൂടി. അപ്പൊ ചിലപ്പോൾ അവർ റിവ്യൂ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഇപ്പൊ വിസ തീരുന്നയാളാണ്, അങ്ങനെയും കൂടി ചിലപ്പോൾ എനിക്ക് ജോലി കിട്ടായിരുന്നിട്ടോ എനിക്കറിയില്ല. പിന്നെ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചൊന്നുമില്ലായിരുന്നു. എല്ലാം വായിച്ചു നോക്കി, ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ഞാനൊന്നും മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുറേ റിജക്ഷനും വന്നു. കുറേ കഴിഞ്ഞപ്പോഴും ഞാൻ ഇച്ചിരി കൂടി എൻ്റെ PSW അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ ഇച്ചിരി നന്നായിട്ട് അപ്ലൈ. അതുകൊണ്ട് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുക, അതനുസരിച്ചിട്ട് ആ വേറൊന്നും പറയണ്ട, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും ഒന്ന് നല്ലതാക്കി ഇച്ചിരി നമ്മുടെ വെച്ചാൽ മതി. സെയിം പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് വെക്കുക, പക്ഷെ അതിനകത്ത് കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കുക. നമ്മുടെ ജോലി അനുസരിച്ചിട്ട് ഒന്നിച്ചിരി മാറ്റി ഒന്ന് വെക്കുവാണെങ്കിൽ അത് നല്ലൊരു മറ്റേ ഒരു ടിപ്പ് 3 പാരഗ്രാഫ് ആയിട്ട് എപ്പോഴും വെക്കുക. 3 പാരഗ്രാഫ്. ഫസ്റ്റില് നമുക്ക് നോർമലി ഇങ്ങനെയാണെന്നുള്ളതും, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് 3 പാരഗ്രാഫ് ആയിട്ട്. അവര് നേരത്തെ ഒരു വേർഡ്സ് ലിമിറ്റ് ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ലിമിറ്റ് ഇല്ലായിരുന്നോ എന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചത് 1500 വേർഡ്സ് മാക്സിമം എന്ന് പറയാം. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു 3 പാരഗ്രാഫ് ചിലപ്പോ അവര് വെച്ചതായിരിക്കും. കാരണം ഈ ഇരുന്ന് കഥ എഴുതുമ്പോൾ മാനേജർക്ക് അത് വായിക്കാൻ പാടായത് കൊണ്ടിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി കിട്ടാൻ വേണ്ടിട്ട് അവർ ചിലപ്പോൾ അത് മാറ്റിയതായിരിക്കും. പക്ഷെ ഓർക്കുന്നില്ല പണ്ട് എങ്ങനെയാ വെച്ചേക്കുന്നത് എന്നുള്ളത്. അങ്ങനെ വെക്കുക. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ എന്നിട്ട് ഈ 92 ആപ്ലിക്കേഷൻ വെച്ചിട്ട് എനിക്ക് ആകെ കൂടെ ടോട്ടലി 6 ഇന്റർവ്യൂസേ വിളിച്ചിട്ടുള്ളൂ. ആ 6 എണ്ണത്തില് ഒരു ഫസ്റ്റ് എണ്ണം ഞാൻ പാർട്ട് ടൈം, അത് വെച്ച സമയത്ത് എനിക്ക് കിട്ടിയതാണ്. ഒരു പാർട്ട് ടൈം ആയിട്ടാണ്. കാരണം എനിക്ക് പാർട്ട് ടൈം മതി, അപ്പൊ എനിക്ക് പാർട്ട് ടൈമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു, അങ്ങനെ വെച്ചതാ. പക്ഷെ എനിക്കത് കിട്ടിയില്ല. പിന്നെ വന്ന 4 ഇന്റർവ്യൂസും എനിക്ക്
അല്ല ഒരെണ്ണം ഞാൻ പോയില്ല, ദൂരെയായിരുന്നു. ഞാനുള്ള അങ്ങോട്ടേക്ക് പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പോയില്ല. പിന്നെ വന്ന 3 എണ്ണവും എനിക്ക് ടീംസ് വഴിയായിരുന്നു, ഓൺലൈൻ ആയിരുന്നു. അത് മൂന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് സിമിലർ ആയിട്ട് നമുക്ക് തോന്നിയോന്ന് ചോദിച്ചാൽ തോന്നി. പക്ഷെ എന്നിട്ട് ഒന്നുകൂടെ അവരുടെ നമുക്കറിയില്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ആ ക്യാൻസറിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാൻ നമുക്ക് അറിയില്ല, അതിന്റെ എന്തോ സ്റ്റാൻഡേർഡൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കത് അത് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അങ്ങ് പോയി. പിന്നെ ഉണ്ടായിരുന്നതാണ് നേരിട്ട് എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളത്. അത് നേരിട്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് അതെനിക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള എത്ര ടൈം എടുത്ത് ഇപ്പൊ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞിട്ട്? ഞാൻ അപ്ലൈ ചെയ്തത് ഒക്ടോബർ ലാസ്റ്റിലാണ് എനിക്ക് ജോബ് ഇന്റർവ്യൂവിന് വിളിച്ചത്, ഫസ്റ്റ് ഇന്റർവ്യൂവിന് വിളിച്ചത്. അപ്പൊ ആ ടൈമിൽ ഞാൻ നവംബറിൽ നാട്ടിൽ പോവായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഡിലേ ആക്കി. ഞാൻ നാട്ടിൽ പോവാണ്, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇന്റർവ്യൂവിന് ഞാൻ ഇന്ന ടൈമിൽ നാട്ടിൽ പോവാണ്. അപ്പൊ അത് അല്ല, സെക്കൻഡ് ഇന്റർവ്യൂവിന്റെ ടൈമിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോവുമായിരുന്നു. അപ്പൊ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഓർത്ത് ഒത്തിരി ഡിലേ ആയാലും സാരില്ല, കാരണം ഇതെല്ലാം കൂടി കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും കയറാലോ എന്നൊക്കെ ഓർത്തിട്ട് ഇതാക്കി. അപ്പൊ ഞാൻ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, എനിക്ക് 4 മാസം എടുത്തു ആക്ച്വലി. അത് ഞാൻ കുറച്ച് ഡിലേ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെയാണ് ഈ 4 മാസം എന്നുള്ളൊരു ഇത് വന്നത്. എനിക്ക് ഇന്റർവ്യൂ മാർച്ച് 12-ാം തീയതി ആയിരുന്നു. എന്റെ NSSന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇന്റർവ്യൂ ആണ്, ഇന്ന് വൈകിട്ട് തന്നെ അവർ വിളിച്ച് പറയും കിട്ടിയോ ഇല്ല എന്നുള്ളത്. നമുക്ക് അല്ലെങ്കിൽ നാളെ പിറ്റേന്ന് രാവിലെ, അതിൽ കൂടുതലില്ല. ഇന്ന് വിളിക്കും. ഇന്ന് നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി 4 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ 12-11 മണിക്കായിരുന്നു ഇന്റർവ്യൂ. 4 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു കിട്ടിയോ ഇല്ല എന്നുള്ളത്. അങ്ങനെയാണ്. എനിക്ക് 9 മണിക്കായിരുന്നു ഇന്റർവ്യൂ, 5 മണിക്ക്. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞു. ഞാൻ മെയ് 20-ാം തീയതി ജോലിക്ക് കയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ എന്റെ കാര്യങ്ങളെല്ലാം മെയ് 2 മാസം എന്ന് പറയാം. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പക്ക അവർ ചോദിക്കുമ്പോ അപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. എല്ലാം ഞാൻ അതുപോലെ പോയിട്ടാണ്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് അവരും അവിടുന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പെട്ടെന്ന് കയറാനായിട്ട് കുറച്ച് HR ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്നിട്ട് കൂടി ഞാൻ പറയും. അതുകൊണ്ട് നമുക്കൊരു ജോലി എങ്ങനെ വന്നാലും നമ്മൾ ഏറ്റവും മാക്സിമം നന്നായിട്ട് എടുത്താലും ഒരു 2 മാസം എടുക്കും. അതുകൊണ്ട് ആരും പഴയ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കരുത്. എനിക്ക് എങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റിയാളാണ് എന്റേത്. പെട്ടെന്നാകും 1 മാസം. അവർ പറഞ്ഞിരുന്നു, എന്നോട് ചോദിച്ചു നിനക്ക് എന്ന് കയറാൻ പറ്റുമെന്ന് ഓൾറെഡി. അപ്പൊ ഞാനൊരു ഡേറ്റ് കൊടുത്തിരുന്നു. അപ്പൊ എനിക്കൊരു വിശ്വാസം അതിനുള്ളിൽ അവർ ആക്കുമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴേക്കും അവർ എന്നോട് പറഞ്ഞത് ആ സമയം ആകുമ്പോഴേക്കും ആക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി എന്റെ ജോബും റിസൈൻ ചെയ്ത് ഞാൻ എന്റെ പുതിയ സ്ഥലത്ത് വന്ന് ഞാൻ വീടൊക്കെ മാറി സെറ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് ഞാൻ ഒരു ജോലിക്ക് പോകും, വീട്ടിൽ 1 മാസം എന്നെ വളർത്തി വലുതാക്കി അങ്ങനെ ഞാൻ വീട്ടിലിരിക്കേണ്ടത്. അത് കറക്റ്റ് ഒക്കെ എങ്ങനെ വന്നാലും അവർക്ക് 2 മാസം നന്നായിട്ട് എടുക്കും. 2 മാസത്തിൽ കൂടുതൽ എടുത്താലേ ഉള്ളൂ. ഞാൻ അതുപോലെ ഞാനും പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഓൾറെഡി ഞാൻ ഇവിടെ വന്ന് ഇരിക്കുകയും കൂടി ആണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് കൂടിയിട്ട് അവരും കുറച്ച് ചെയ്തു. അങ്ങനെ പക്ഷെ എങ്ങനെ വന്നാലും 2 മാസം 2.5 മാസം കുറഞ്ഞത് എടുക്കും, സമയം എടുക്കും. NHSൽ കയറി പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഡിലേ ആയിട്ട് ഇത് കിട്ടാനായിട്ട്. പിന്നെ ലൊക്കേഷൻ ബെനിഫിറ്റുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം അടുത്താണ് നമ്മള് ആപ്ലിക്കേഷൻ കൊടുത്താൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്? അങ്ങനെ എനിക്ക് തോന്നി. എനിക്കുണ്ടല്ലോ, ഞങ്ങൾ നിൽക്കുന്ന ഓക്സ്ഫോർഡിന് ഓൾറെഡി ജോബ്സ് ഒരുപാട് സാധ്യതകളുള്ള യൂണിവേഴ്സിറ്റി, ഒരുപാട് ജോബ്സ് ഒരുപാട് ക്രിയേറ്റ് ആവുകയും ചെയ്യും. പെട്ടെന്ന് വേക്കൻസി ഫിൽ ആവുകയും ചെയ്യും. ഒരുപാട് പെട്ടെന്ന് ആൾക്കാർ പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഇഷ്ടംപോലെ ജോബ്സ് വന്നിരിക്കുന്ന ഒരു സ്ഥലം. നല്ലൊരു ഓപ്ഷനാണ്. ഒരുപാടുണ്ട്. പക്ഷേ എക്സ്പെൻസും നല്ല എക്സ്പെൻസാണ്. ഞങ്ങൾ ലണ്ടനിൽ താമസിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ലണ്ടൻ എക്സ്പെൻസീവ് ആണെന്നാണല്ലോ പറയാറ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിരുന്നത്. അതിന്റെ വ്യത്യാസം നമ്മൾ ആക്ച്വലി ഷെയറിംഗ് ആണ് നിൽക്കുന്നത്. ഒരുപാട് കിട്ടുകയും ചെയ്യും എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ ഷെയറിംഗ് കിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടില, പക്ഷെ എന്തായാലും 2 റൂമിലാണ് താമസിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ പോകാനേ പറ്റുള്ളൂ. പിന്നെ ഓക്സ്ഫോർഡ് നോർമലി എല്ലാത്തിനേക്കാളും നല്ല റേറ്റിലാണ്. ഐസ്ലാൻഡിൽ പോകുമ്പോൾ നമ്മള് ഐസ്ലാൻഡ് പൗണ്ട്ലാൻഡിൽ പോകുമ്പോൾ പോലും നമ്മള് നോർമലി ഒരു 10 പെൻസ് 20 പെൻസ് എനിക്ക് എപ്പോഴും ഒരു കൂടുതലാണെന്ന് ചിലപ്പോ അതിന്റെ തോന്നലായിരിക്കും. പക്ഷെ എനിക്കത് എപ്പോഴും തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാര്യം ലണ്ടൻ
expensive ആയിരുന്നു. അതാ ഞാൻ 20 hours ആണ് അവിടെ work ചെയ്തേക്കണത്. ചീപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എല്ലാരും പറയണത് മലയാളിക്കടയിലൊക്കെ റേറ്റ് കുറവില്ല. പിന്നെ ലണ്ടനിൽ എനിക്ക് NHS വിളിച്ചുകൂടി പേയ്മെന്റും അത് ട്രാവൽ എക്സ്പെൻസ് ചെറിയൊരു കൂടുതൽ വ്യത്യാസം എനിക്ക് അലവൻസ് കൂടുതൽ വരുന്നുണ്ട്. അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അലവൻസ് എന്തോ ഒരു വ്യത്യാസം എനിക്ക് സെയിം ബാൻഡിന് തന്നെ എനിക്ക് ഞാൻ പലയിടത്ത് ആപ്ലിക്കേഷൻ വെച്ചതുകൊണ്ട് എനിക്കൊരു ചെറിയ വ്യത്യാസം അവിടെ തോന്നിയ പോലെ. പിന്നെ കൂടുതൽ മലയാളി സ്റ്റോഴ്സും എനിക്ക് തോന്നുന്നു ലണ്ടൻ പോലത്തെ ഞങ്ങളുടെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു മലയാളികളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുകളുള്ളടത്ത് ഒരുപാട് മലയാളി നഴ്സുമാരുള്ളത് കൊണ്ട് അങ്ങനെ ഫാമിലീസ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഒത്തിരി ഉണ്ട്. എന്റെ ഡിപ്പാർട്ട്മെന്റില് ഫുള്ള് മലയാളികളാണ്. ഫുള്ള് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മലയാളി. ഇപ്പം മലയാളികളെ പോലും കാണാനില്ല. അസോസിയേഷനിലൊക്കെ ഞങ്ങൾ ചേർന്ന് ഇനിയിപ്പോ ഓണാഘോഷ പരിപാടിക്കൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഫുള്ള് പ്ലാൻ ചെയ്തിട്ട് ഇഷ്ടംപോലെ മലയാളികളുണ്ട്. നഴ്സുമാരുടെ സൈഡിൽ നിന്ന് മാത്രമല്ല, അപ്പുറത്തെ ഡീകോൺ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഹൗസ് കീപ്പിംഗിലാണെങ്കിലും എന്തിന് എസ്റ്റേറ്റ്സിൽ ക്ലീനിങ്സിൽ ഫുള്ള് ഇഷ്ടം പോലെ മലയാളികളുണ്ട്. നമ്മള് ആ കോറിഡോറിൽ കൂടെ നടക്കുമ്പോൾ പോലും നമുക്ക് മലയാളം പറയണമെന്ന് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. മലയാളിയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇന്ത്യൻസും ഉണ്ട് ഇഷ്ടംപോലെ. പിന്നെ മെയിനായിട്ട് പക്ഷെ നമ്മള് NSന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു, നമുക്ക് കിട്ടിയില്ല. അവർ നമ്മളെ വിളിച്ചു പറയുമല്ലോ, അൺഫോർച്ചുനേറ്റ്ലി സെലക്ട് ആയില്ല എന്താ. അപ്പൊ നമുക്ക് അവരോട് ഫീഡ്ബാക്ക് ചോദിക്കാം. എന്തായിരുന്നു എനിക്കിനി മുന്നോട്ടുള്ള ഇന്റർവ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. അപ്പൊ എനിക്ക് ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പറയും അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്നുള്ളത്. അത് മെയിൻ ആയിട്ട് നിങ്ങൾ ആ വിളിക്കുമ്പോൾ ചോദിക്കുക. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഞാൻ വിളിച്ച് കേട്ട ആ ഒരു ഇതില് ഞാൻ മാഞ്ചസ്റ്ററിലെ ഇന്റർവ്യൂ ആണ്. ഞാൻ വിചാരിച്ചു എനിക്കത് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ അതിന്റെ ആ ഒരു സങ്കടത്തിൽ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ മെയിൽ അയച്ചിട്ട് എനിക്ക് അവിടുന്ന് റെസ്പോൺസ് ഒന്നുമില്ല. അപ്പൊ എല്ലാവരും ആ കോളിൽ തന്നെ മാക്സിമം ചോദിക്കാൻ ശ്രമിക്കുക. പൊതുവെ അവര് പറയും നല്ല അടിപൊളിയായിട്ടാണ്. എന്നോട് രണ്ടെണ്ണത്തിലും പറഞ്ഞത് നന്നായിട്ടായിരുന്നു, നല്ലതായിരുന്നു, പക്ഷെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. എന്നാലും അവര് നമ്മളോട് പറഞ്ഞു തരും നമുക്ക് എന്ത് കാര്യം കൊണ്ട് എന്താണ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ മുന്നോട്ടുള്ളതിൽ തോന്നിയെന്നുള്ളത് അവർ പറയും. എന്നോട് പറഞ്ഞതാണ്ടും ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ക്യാൻസറിന്റെ എന്തോ എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും ഓർക്കാൻ പറ്റില്ല, എന്തോ സ്റ്റാൻഡേർഡ് എന്തോ ഒരു സംഭവം ചോദിച്ചു, RTT പോലെ എന്തോ സംഭവം ചോദിച്ചു. അപ്പൊ ഞാൻ അത് ഉത്തരം പറഞ്ഞില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഒരു ഇച്ചിരി കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് തോന്നിയത്. അപ്പൊ എന്നോട് മെയിനായിട്ടും ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്നാണ് മെയിനായിട്ടും ചോദിച്ചത്. അപ്പോൾ എൻ്റെ മാനേജർ എന്നോട് PTL എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ പുള്ളി എനിക്ക് പേഷ്യന്റ് ട്രാക്കിംഗ് ലിസ്റ്റ് എന്ന് പുള്ളി തന്നെ ആ വേർഡ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ അതിൽ പിടിച്ചു കയറി അങ്ങനെയായിരുന്നു. അപ്പം ഇതാണ് മെയിനായിട്ട് NHSൽ. കൂടുതൽ ഇനി വേറൊന്നും പറയാനില്ല. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വലിയ എക്സ്പേർട്സ് ഒന്നും നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് കുറച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആവുന്ന പോലെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരും നല്ല ജോലി വാങ്ങിച്ച് NHS ആക്ച്വലി വിസ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇന്റർവ്യൂവിന്റെ ടൈമിൽ പോലെ ഞാൻ പറഞ്ഞല്ലോ എന്റെ മാനേജർ മലയാളിയാണെന്ന്. അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാൻഡ് 5 തൊട്ടിട്ട് അവർക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ബാൻഡ് 4ലാണ് കയറിയേക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ ഞാൻ ബാൻഡ് 5 ആകണം. അതായത് ബാൻഡ് 5 എന്ന് പറഞ്ഞ മാനേജർ പൊസിഷനാണ്. അത് പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും മാനേജർ പൊസിഷനിൽ ഉണ്ടാവുമായിരിക്കും. അത് പക്ഷെ ചില ട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. ചില ട്രസ്റ്റിൽ ഞാൻ ബാൻഡ് 3 റിസപ്ഷൻ തൊട്ടിട്ട് വിസ കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഇൻസ്റ്റയില് റീൽസ് വീഡിയോസ് എവിടെയോ എനിക്കറിയാവുന്ന ഒരു പരിചയത്തിലുള്ള ഒരാൾക്ക് എവിടെയോ ബാൻഡ് 3യോ ബാൻഡ് 2 കണ്ട് വിസയോട് കൂടി കിട്ടിയത്. അത് ഒരു വർഷമല്ല, ഞാൻ കയറുന്നതിന് മുന്നത്തെ ഒരു മാസം മുന്നേ കണ്ടാണ് കിട്ടിക്കയറി. പക്ഷെ എന്റെ അടുത്തും കിട്ടത്തില്ല. ഓൾറെഡി പറഞ്ഞു അവർക്ക് ഞാൻ കയറുന്നതിന് ഒരു 2 മാസം മുന്നേ എന്റെ പൊസിഷനിൽ ഇരുന്ന ആൾക്ക് വിസ വേണമായിരുന്നു. അപ്പൊ അവരെ ബാൻഡ് 5ലേക്ക് വേറെടുത്തേക്ക് മാറ്റിയിട്ട് അവർക്ക് വിസ കൊടുക്കുകയാണ് ചെയ്തതെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ബാൻഡ് 5 കൊടുക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം സാലറി ചേഞ്ച് കാര്യങ്ങളൊക്കെ വിസയുടെ ഇത് റൂൾസ് കാര്യങ്ങളൊക്കെ മാറ്റി. സാലറി ചേഞ്ച്. പക്ഷെ ഞാൻ എന്റെ മാനേജറുമായിട്ട് സംസാരിക്കുന്നുണ്ട് വിസയുടെ കാര്യം. കാരണം എന്റെ PSW നെക്സ്റ്റ് ഇയർ എക്സ്പയർ ആവും. അപ്പൊ അതുകൊണ്ടിട്ട് പിന്നെ കെയറേഴ്സിന് എനിക്ക് തോന്നുന്നു ബാൻഡ് 3 തൊട്ടുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന് അത് ഞങ്ങൾക്കാണെങ്കിലും റിട്ടേൺ വരും.
വിസയ്ക്ക് നമുക്ക് അടയ്ക്കണ്ട, വിസയ്ക്ക് എനിക്ക് നമുക്ക് അടക്കണ്ട. അടയ്ക്കണ്ട. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഹെൽത്ത് കെയർ ഫുള്ള് അതേപോലെ PSW സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് തിരിച്ച് റീഫണ്ട് റീഫണ്ട് കിട്ടും. ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസിനോടും എനിക്കതാ പറയാനുള്ളത്. സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മള് സർചാർജ് കൊടുക്കുന്നുണ്ടല്ലോ ഇൻഷുറൻസിന്റെ, അത് നമുക്ക് നമ്മുടെ ആ ഇമെയിലിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് റീഫണ്ട് വെക്കാൻ ഒരു ലിങ്ക് ഉണ്ട്. നമുക്ക് സർചാർജ് അടച്ചതിന്റെ ഇമെയിൽ വരുന്നതിനകത്ത് ഒരു ലിങ്ക് ഉണ്ട്. അത് ആ ലിങ്ക് എടുത്ത് ലിങ്കിൽ കയറി നോക്കി ക്ലിക്ക് ചെയ്തുവാണ് UK ഗവൺമെന്റ് സൈഡിലേക്ക് പോകും. അവിടുന്ന് റീഫണ്ടിന് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽത്ത് കെയറിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് കെയറിലെന്നാണ് നമ്മൾ. ഹെൽത്ത് കെയറിലാണെങ്കിൽ നമ്മൾ 6 മാസത്തെ പേസിൽ കഴിയുന്നത്. അത് ഒരുമിച്ച് ഒരു അങ്ങനെ 6 months കഴിയുമ്പോ വെക്കുക. നമുക്ക് ഒറ്റയടിക്ക് കിട്ടുമല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് 1 ലക്ഷം ആണെന്ന് വിചാരിക്കും നമ്മൾ സർച്ചാർജ് വരുന്നത്. ഞാൻ എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഇത്ര പെർസെന്റേജ് നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം സപ്പോസ് അവർ പറയണ 50% കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് വിസയിലാണ്. അതായത് വർക്ക് വിസ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മള് സർചാർജ് അടച്ചിട്ടാണല്ലോ എടുക്കുന്നത്. ഹെൽത്ത് കെയർ ആണെങ്കിൽ അത് അടയ്ക്കണ്ട. ഹെൽത്ത് കെയർ ആണെങ്കിൽ അത് അടയ്ക്കണ്ട. സ്റ്റുഡന്റ് വിസയിലോ സ്റ്റേ ബാക്കിലോ നമ്മള് ആ ഒരു വിസയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നമുക്ക് അതിന്റെ കിട്ടുന്ന 50% നമുക്ക് ഇപ്പം ഫസ്റ്റ് 6 മാസത്തെ വെക്കുമ്പോൾ ഒരു 25 കിട്ടുന്നു. പിന്നത്തെ 6 മാസം വെക്കുമ്പോൾ 25. അങ്ങനെ ഘട്ടമായിട്ടാണ് കിട്ടുന്നത്. ഒരുമിച്ച് മൊത്തം കിട്ടുമല്ല. അത് കിട്ടുന്നത് നമ്മുടെ ആ അക്കൗണ്ടിലേക്ക്, ഏത് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്തോ റിട്ടേൺ. അത് ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചാൽ ഓഷി വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് വീഡിയോ ഓഷി ചെയ്യുന്നത്. പിന്നെ ഇതാണ് മെയിൻ ആയിട്ട് NHSന്റെ കാര്യങ്ങള് ഉള്ളത്. ഇത്രയൊക്കെ നമ്മള് എനിക്ക് തോന്നുന്നു NHSന്റെ മാത്രമല്ല വിസയുടെ കാര്യങ്ങളും അതിന്റെ ഇടയിൽ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും PSWയിലാണ്, NHSലാണെങ്കിലും മെയിൻ ആയിട്ടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് വിസ കിട്ടുന്നില്ല, ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് വിസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ പോലും നിങ്ങൾ NHSൽ കയറുക. ഇന്റർവ്യൂ നന്നായിട്ട് വൺസ് NHS കയറി പിന്നെ അങ്ങോട്ടോ അത് NHS മാത്രമല്ല. ഇപ്പൊ ഞാൻ കയറിയത് എനിക്ക് അവര് വർക്ക് വിസ തരില്ലെന്ന് പറഞ്ഞിട്ടും ഞാൻ അവിടെ കയറി. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അവര് തരൂല്ല എന്ന് പറഞ്ഞവര് എനിക്ക് 1 year കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മൈൻഡ് പറയുകയാണ് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം കാരണം നമ്മുടെ മലയാളികളുടെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ എവിടെ ചെന്നാലും നല്ല രീതിക്ക് പണിയെടുത്ത് നല്ല പേര് അവരെന്തായാലും വർക്ക് വിസ തരും. കഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട അവര് തരാതിരിക്കില്ല. അത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേട്ടാ. അപ്പൊ അങ്ങനെ NHSൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഞാൻ മെയിനായിട്ട് NHSൽ ബാക്കിയുള്ളവർക്ക് ഇപ്പം ഓഷി ഫാർമസിന്ന് ആയതുകൊണ്ടിട്ട് ഫാർമസിയിലേക്ക് പോയി. അപ്പൊ ബാക്കി നോർമൽ ഇപ്പൊ MBA കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിൽക്കുന്നവരാണെങ്കിലും NHSൽ കയറി പറ്റാൻ മാക്സിമം ശ്രമിക്കുക. എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി പഴയതിനെ വെച്ചിട്ട് സാലറി ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ ഫ്യൂച്ചറിലേക്ക് അത് എപ്പോഴും. പിന്നെ അതുമല്ല വരുമ്പോഴും നമ്മുടെ റിലേറ്റഡ് ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ചെയ്തില്ല അത്, പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് നാട്ടിൽ ഉണ്ടായിരുന്നു ഫാർമസിയിൽ. ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ടാണ്. സ്റ്റിൽ എനിക്ക് ഫാർമസി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം എന്നെ ഇവർ അപ്പം തന്നെ എൻ്റെ CV കണ്ടിട്ട് എടുത്തത്. എനിക്ക് 6 year 5 year എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നവര് എനിക്ക് തോന്നുന്നത് ആ ഒരു ജോബ് റിലേറ്റഡ്, എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ചെയ്യില്ല. എല്ലാവരും ഏതെങ്കിലും കഴിഞ്ഞിരിക്കുമ്പോ എനിക്ക് എന്നെ സംബന്ധിച്ച് നമ്മളിവിടെ ഇത്രയും സ്റ്റുഡന്റ് വിസ എടുത്ത് ഇത്രയും കാശ് എടുത്ത് ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു കെയർ വിസ 5 വർഷമോ അല്ലെ 3 വർഷമൊക്കെ നിന്നിട്ട് പിന്നീട് നമ്മുടെ പ്രൊഫഷനിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. അപ്പൊ തന്നെ നമ്മൾ ഫാമിലി സെറ്റിൽഡ് ആയി, കുട്ടികൾ വന്ന് ചൈൽഡ് കെയർ വന്ന് എല്ലാം കൂടി ബുദ്ധിമുട്ടാണ്. നമ്മളൊരു കംഫർട്ട് സോണിലായും പോയി. പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഓൾറെഡി ഒരു ക്വസ്റ്റനിങ് അവിടുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ 3 വർഷം അപ്ലൈ ചെയ്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും പരമാവധി. അല്ല ഞാൻ 2 വർഷം ടാക്കോസിൽ നിന്നതിന്റെ റീസൺ കാരണം ഞാൻ എന്റെ സ്റ്റുഡന്റ് വിസ കഴിഞ്ഞ് ഞാൻ 1 year ഞാൻ ടാക്കോസിൽ നിന്നിട്ടാണ് NHSലേക്ക് ഇറങ്ങിയത്. കാരണം അതെന്റെ കംഫർട്ട് സോൺ ആയിരുന്നു. കംഫർട്ട് സോണിൽ നിങ്ങൾ ഒരിടത്ത് കംഫർട്ട് സോണിൽ വന്നാൽ അത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ചാടുക. ഒരിക്കലും ഒരു കംഫർട്ട് എവിടെയാണേലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാം. എന്നാലേ നമുക്ക് കൂടുതൽ ആദ്യമൊക്കെ ഭയങ്കര പാടായിരിക്കും, നല്ല രീതിക്ക് സ്ട്രഗിളിങ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു 2-3 മാസം കഴിയും. 3 മാസത്തെ കഷ്ടപ്പാടെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ, മാക്സിമം 3 മാസം. അത് കഴിയുമ്പോഴത്തേനും നിങ്ങൾ അപ്പൊ
അതാണ് തരാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് Advice തരാൻ എല്ലാവരും ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ച് തുടങ്ങുക. ഒട്ടും താമസിക്കണ്ട, ഇന്ന് തന്നെ ആപ്ലിക്കേഷൻസ് തുടങ്ങി ജോലിയൊക്കെ വാങ്ങിച്ച് നല്ല ടീച്ചറാണ്. അപ്പൊ എല്ലാവർക്കും നല്ല നല്ല ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ. ഇത് അന്നമ്മക്ക് വേണ്ടി, എനിക്ക് വേണ്ടിട്ട്. ഓക്കെ. നമ്മള് NHSന്റെ ഇത് വൈൻഡപ്പ് ചെയ്യല്ലേ. അതുമല്ല ഇനിയും ഇതേപോലത്തെ കുട്ടി കുട്ടി നല്ല വീഡിയോസ് പ്രതീക്ഷിക്കാം. എപ്പോഴും പ്രതീക്ഷിക്കേണ്ട കാര്യം വർക്ക് ചെയ്യണ ആൾക്കാർ, വർക്ക് ചെയ്യണത്. ഞാൻ പേഴ്സണലി വർക്ക് ചെയ്യണതാണ്, ഞാൻ ഫുൾ ടൈമും ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡെയിലി വ്ളോഗ് ഇടാലോ. പിന്നെ ഞങ്ങള് ഓക്സ്ഫോർഡിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ വരെ അതല്ലാതെ ഞാൻ എന്റെ വ്ളോഗും കൂടിയാണ് പറഞ്ഞത്, അല്ലാതെ ഇടുമ്പം അത്രയൊക്കെ ഉള്ളു. അപ്പം പിന്നെ കാണാം.